നിങ്ങളുടെ കുഞ്ഞ് എത്ര ഭക്ഷണം കഴിച്ചിട്ടും തടി വയ്ക്കുന്നില്ലേ? അല്ലെങ്കിൽ ദിവസവും കുഞ്ഞ് വയറുവേദന കൊണ്ട് കരയാറുണ്ടോ? എങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ നൽകുന്ന വില കൂടിയ പോഷകാഹാരങ്ങൾ മുഴുവൻ കുഞ്ഞിൻ്റെ ശരീരത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ അത് മോഷ്ടിക്കുന്ന ചില വില്ലന്മാർ കുഞ്ഞിൻ്റെ വയറ്റിലുണ്ടാകാം. അതാണ് വിരകൾ അഥവാ വേംസ്. ഒരു നേഴ്സ് എന്ന നിലയിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, വിരശല്യം മാറ്റാതെ നിങ്ങൾ എന്ത് ഭക്ഷണം നൽകിയിട്ടും കാര്യമില്ല. ഇത് എങ്ങനെ തിരിച്ചറിയാം, വീട്ടിൽ തന്നെ എന്ത് ചെയ്യാം എന്ന് ഇന്നത്തെ വീഡിയോയിൽ വളരെ ഡീപ്പായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ വീഡിയോ ഒരു അമ്മമാരും സ്കിപ്പ് ചെയ്യരുത്. ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുഞ്ഞിൻ്റെ വയറ്റിലെ വിരശല്യം മാറാനും തൂക്കം കൂടാത്തതിൻ്റെ കാരണങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോകൾക്ക് നിങ്ങൾ നൽകുന്ന വലിയ പിന്തുണയ്ക്ക് ഒരുപാട് നന്ദി. ഒരുപാട് അമ്മമാർ ചോദിക്കുന്ന ഒരു പരാതിയാണ്, സിസ്റ്ററെ, കുഞ്ഞിന് നല്ല പോഷകാഹാരങ്ങൾ നൽകുന്നുണ്ട്, പക്ഷേ കുഞ്ഞിന് ഒട്ടും തൂക്കം കൂടുന്നില്ല എന്നത്. നിങ്ങൾ നൽകുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങൾ കുഞ്ഞിൻ്റെ ശരീരത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ അത് വലിച്ചെടുക്കുന്ന ചില വില്ലന്മാർ കുഞ്ഞിൻ്റെ വയറ്റിലുണ്ടാകാം. അതാണ് വിരകൾ അഥവാ വേംസ്. ഒരു നേഴ്സ് എന്ന നിലയിൽ കുഞ്ഞിന് വിരശല്യം ഉണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നും ഇത് മാറ്റാൻ വീട്ടിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാം. ഓരോ അമ്മമാരും അറിഞ്ഞിരിക്കേണ്ട മെഡിക്കൽ വസ്തുതകളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. വിരശല്യത്തിൻ്റെ ലക്ഷണങ്ങളാണ് ആദ്യമായി നമ്മൾ സംസാരിക്കുന്നത്. കുഞ്ഞിന് വിരയുണ്ടോ എന്ന് എങ്ങനെ വീട്ടിൽ കൃത്യമായി തിരിച്ചറിയാം? ഇതിന് ചില കൃത്യമായ ലക്ഷണങ്ങളുണ്ട്. ആദ്യമായി മലദ്വാരത്തിലെ ചൊറിച്ചിലാണ്. രാത്രി സമയങ്ങളിൽ കുഞ്ഞ് ഉറക്കത്തിൽ അസ്വസ്ഥത കാണിക്കുകയും മലദ്വാരത്തിന് ചുറ്റും ചൊറിയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിരയുടെ പ്രധാന ലക്ഷണമാണ്. രണ്ടാമതായി പല്ല് കടിക്കുക. പല അമ്മമാരും പറയാറുണ്ട്, കുഞ്ഞ് ഉറക്കത്തിൽ പല്ലു കടിക്കുന്നു എന്ന്. ഇത് പലപ്പോഴും വയറ്റിലെ വിരശല്യത്തിൻ്റെ സൂചനയാകാം. മൂന്നാമതായി വിശപ്പില്ലായ്മ അല്ലെങ്കിൽ അമിത വിശപ്പാണ്. കുഞ്ഞ് ഒട്ടും ഭക്ഷണം കഴിക്കാൻ താല്പര്യം കാണിക്കാതിരിക്കുക, അല്ലെങ്കിൽ അമിതമായി ഭക്ഷണം കഴിച്ചിട്ടും തടി വയ്ക്കാതിരിക്കുക. മൂന്നാമതായി വയറുവേദനയാണ്. കൂടെയുള്ള വയറുവേദനയും ഗ്യാസ് ട്രബിളും ഇതിൻ്റെ ലക്ഷണങ്ങളാകാം. അടുത്തതായി വിളർച്ച, അതായത് അനീമിയ. കുഞ്ഞിൻ്റെ കണ്ണുകൾക്ക് താഴെ കറുപ്പ് നിറം കാണുകയോ നഖങ്ങളും ചർമ്മവും വെളുത്തിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ വിരകൾ കുഞ്ഞിൻ്റെ രക്തം വലിച്ചെടുക്കുന്നു എന്നതാണ് അർത്ഥം. മെഡിക്കൽ വസ്തുതകളാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് വിരകൾ ഉണ്ടാകുന്നത്? മെഡിക്കൽ സയൻസിൽ പറയുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് ശുചിത്വമില്ലായ്മയാണ്. കുഞ്ഞുങ്ങൾ മണ്ണിൽ കളിക്കുമ്പോൾ നഖത്തിനിടയിലൂടെ വിരയുടെ മുട്ടകൾ വയറ്റിലെത്താം. കൃത്യമായി കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതാണ് ഇതിന് പ്രധാന കാരണം. അടുത്തതായി ഭക്ഷണവും വെള്ളവുമാണ്. തിളപ്പിക്കാത്ത വെള്ളം കുടിക്കുന്നതിലൂടെയോ പച്ചക്കറികളും പഴങ്ങളും ശരിയായി കഴുകാതെ ഉപയോഗിക്കുന്നതിലൂടെയോ വിരകൾ പടരാം. അടുത്തതായി വിരയുടെ സൈക്കിൾ. ഒരിക്കൽ വിരകൾ വയറ്റിലെത്തിയാൽ അവ പെട്ടെന്ന് പെരുകും. ഇത് കുഞ്ഞിൻ്റെ കുടലിലെ ആഗിരണശേഷി കുറയും. അതുകൊണ്ടാണ് നിങ്ങൾ എത്ര നല്ല ആഹാരം കൊടുത്താലും കുഞ്ഞിൻ്റെ ശരീരത്തിൽ അത് പിടിക്കാത്തത്. അടുത്തതായി ഇതിനു വേണ്ട പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാ അമ്മമാരും ശ്രദ്ധിക്കാനാണ്. ഡീവോമിംഗ് ടാബ്ലറ്റ്, അതായത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായി വിരയ്ക്കുള്ള മരുന്ന് നൽകുക. സാധാരണയായി 1 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 6 മാസത്തിലൊരിക്കൽ ഇത് നൽകാറുണ്ട്. അടുത്തതായി നഖം വെട്ടുക. കുഞ്ഞുങ്ങളുടെ നഖം ആഴ്ചയിലൊരിക്കൽ വെട്ടി വൃത്തിയാക്കുക. മൂന്നാമതായി കൈ കഴുകലാണ്. ആഹാരത്തിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പിട്ട് കഴുകാൻ കുഞ്ഞിനെ ശീലിപ്പിക്കുക. വീട്ടുകാർ ശ്രദ്ധിക്കാനാണ്. കുഞ്ഞിന് മാത്രം മരുന്ന് നൽകിയാൽ പോരാ, വീട്ടിലുള്ള ഒരേ സമയം ഡിവോമിംഗ് മരുന്ന് കഴിക്കുന്നത് കുഞ്ഞിലേക്ക് വീണ്ടും വിരകൾ പടരുന്നത് തടയാൻ സഹായിക്കും. കുഞ്ഞിൻ്റെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്. വിരശല്യം മാറിയാൽ തന്നെ കുഞ്ഞിൻ്റെ തൂക്കം സ്വാഭാവികമായി വർദ്ധിച്ചു തുടങ്ങും. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടു എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത ഒരു
ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബബായ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.